അബ്രഹാം പിതാവ് പറയുന്നതായ ഒരു കാര്യമുണ്ട്, നീ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കുകയില്ല. കാരണം എന്താണ്? നമുക്കിടയിൽ വലിയൊരു വിടവുണ്ട്. അതുകൊണ്ട് അത് സാധിക്കുകയില്ല. കാരണം എന്താണ്? ഈ സ്വർഗത്തിലെ വിടവ് നീ തീർത്തത് സ്വർഗത്തിൽ വെച്ചല്ല, പിന്നെ എവിടെയാണ്? ഭൂമിയിൽ വെച്ചാണ്. കാരണം ധനവാനായ മനുഷ്യ, നീ വലിയൊരു വിടവ് ലാസറിന് നേരെ തീർത്തിരുന്നു. കാരണം ഭൂമിയിൽ നീ സുഭിക്ഷതയോടെ ആഹാരം കഴിക്കുമ്പോൾ, നീ സുഭിക്ഷതയോടെ കിടന്നുറങ്ങുമ്പോൾ, ആ ലാസർ എന്ന് പറയുന്ന മനുഷ്യൻ നായ്ക്കളാൽ നക്കിത്തുടയ്ക്കുന്ന അവസ്ഥയിൽ അവന്റെ പരാധീനതയുടെ നടുവിലാണ് അവൻ ജീവിച്ചിരുന്നത്. നീ അവനെതിരെ ഒരു വലിയ വിടവ് മതിൽക്കെട്ട് തീർത്തിരുന്നു. ഇന്ന് സ്വർഗത്തിലും നിനക്ക് ആ മതിൽക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ഭൂമിയിൽ അടയ്ക്കേണ്ട വിടവുകളെ അടയ്ക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കണം. ദൈവം നമുക്ക് തന്നിട്ടുള്ളതിനെ, അതുകൊണ്ട് വിടവിനെ അടയ്ക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവം തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ കൊണ്ട്, ദൈവം തന്നിട്ടുള്ള സമ്പത്ത് കൊണ്ട് വിടവുകളെ അടച്ചില്ല എങ്കിൽ, ഈ ഭൂമിയിൽ അടച്ചില്ല എങ്കിൽ, നാം സ്വർഗത്തിലെത്തുമ്പോഴും ആ വിടവുകൾ അവശേഷിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളണം. ദൈവം രാത്രിയിൽ അവനോട് സംസാരിക്കുക. അല്ലയോ സ്നേഹിത, നിന്റെ കൈവശമുള്ളതൊക്കെയും ഞാൻ തന്നതാണ്. അതാ ദരിദ്രനായ മനുഷ്യനൂടെ കൊടുക്കുവാൻ വേണ്ടിയാണ് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്റെ കൈവശം എനിക്ക് ആവശ്യത്തിൽ ഉപരിയായിട്ടുണ്ടെങ്കിൽ നീ തിരിച്ചറിഞ്ഞു കൊള്ളണം, അത് നിനക്ക് മാത്രമുള്ളതല്ല, അത് മറിച്ച് നിന്റെ സഹോദരനോടുകൂടെ ഇല്ലായ്മയിൽ ജീവിക്കുന്നതിനോട് പങ്കുവയ്ക്കുവാനുള്ളതാണെന്ന് തിരിച്ചറിയുവാൻ സാധിക്കണം. ഇത് നമുക്ക് അന്യമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് പങ്കുവയ്ക്കലിന്റെ അനുഭവം എന്ന് പറയുന്നത്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 34 അധ്യായത്തിന്റെ 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ആടുകൾക്കും ഇടയിൽ ദൈവം ഒരു ന്യായം കൽപ്പിക്കുന്നുണ്ട്. അവിടെ പറയുകയാണ്, കർത്താവ് പറയുകയാണ്, പ്രവാചകനിലൂടെ സംസാരിക്കുകയാണ്, നിങ്ങൾ നല്ല മേച്ചിൽ സ്ഥലങ്ങൾ മേഞ്ഞിട്ട് അതിന്റെ ശേഷിപ്പിനെ ചവിട്ടിക്കളഞ്ഞില്ലയോ? നിങ്ങൾ തെളിനീര് കുടിച്ചിട്ട് ആ തെളിനീരിന്റെ ബാക്കിയുള്ളതിനെ നിങ്ങൾ കലക്കിക്കളഞ്ഞില്ലയോ? അത് വേണമോ എന്റെ ആടുകൾ ഭക്ഷിക്കുവാനും കുടിക്കുവാനും? ഇത് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ സുഭിക്ഷതയ്ക്ക് ശേഷമുള്ളതിനെ നമ്മൾ കലക്കിക്കളയുന്ന, ചവിട്ടി മെതിച്ചു കളയുന്ന അനുഭവത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഒന്ന് തിരിഞ്ഞു ചിന്തിച്ചു നോക്ക്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ഇങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഞങ്ങളുടെ ജീവിതത്തിലില്ല, അല്ലേ അച്ഛോ ഞങ്ങൾ ഇതൊന്നും ചെയ്യാറില്ല എന്ന് പറയും. പക്ഷെങ്കിൽ നമ്മൾ തിരിച്ചറിയണം, നമുക്ക് ആവശ്യമുള്ളതിനെ ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ളതിനെ ചവിട്ടി മെതിച്ചു കളയുന്ന അനുഭവം. അവിടെ ദൈവം ആടുകൾക്കുമെതിരെ ന്യായം കൽപ്പിക്കുമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ, ദൈവം എനിക്ക് തന്നിട്ടുള്ള നന്മകളെ അവരോടുകൂടി പങ്കുവയ്ക്കുവാനുള്ളതാണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം.